ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്നേഹയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ സ്റ്റേറ്റ് കലോത്സവം കാണാൻ വേണ്ടി തൃശ്ശൂർക്ക് പോകാൻ കേട്ടോ. ഞങ്ങളുടെ ദിവസം നല്ല അടിപൊളി ദിവസം ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അവളുടെ കമ്മൽ തെറിച്ചു പോയി. പിന്നെ വേറൊരു കടയിൽ കയറി വേറെ കമ്മലൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ചിപ്സ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയി. അവസാനം വേറെ ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിലാണ് കേട്ടോ നമ്മൾ തൃശ്ശൂർ വരെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തൃശ്ശൂർ എത്തി നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ബിരിയാണി ആണെങ്കിൽ അതിലും വലിയ ഫ്ലോപ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നട്ടുച്ചയ്ക്ക് ഫ്ലവർ ഷോപ്പ് തപ്പി ഇറങ്ങുമായിരുന്നു നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്നേഹയുടെ അനിയത്തിയുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവൾക്ക് വെക്കാനുള്ള ഫ്ലവർ തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ അവസാനം ഫ്ലവർ ഷോപ്പിലെത്തി ഫ്ലവറൊക്കെ മേടിച്ച് നമ്മൾ സനയുടെ അടുത്ത് എത്തി കേട്ടോ. സന നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. എൻ്റെ കൂടെ ഡാൻസ് പഠിക്കുന്ന വേറെയും കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സനയുടെ മേക്കപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. എന്നിട്ട് നമ്മൾ മേക്കപ്പ് റൂമിൽ നിന്ന് അവളുടെ സ്റ്റേജിലേക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേജിലൊക്കെ എത്തി. എന്നിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം അവളുടെ പെർഫോമൻസ് ആയിരുന്നു. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സനയുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമ്മൾ അവളെ അവിടെ തന്നെ ആക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളിപ്പോൾ ഗ്രൂപ്പ് ഡാൻസിങ്ങിന് കയറാൻ പോകണം. പക്ഷേ അത്ര നേരം നിൽക്കാനുള്ള ടൈമും ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് അതിനുശേഷം ബസ് കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഇതുപോലൊരു ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഷേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിലെത്തിയാൽ മതി, ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. അത്രയും ടയർഡായിരുന്നു. നട്ടുച്ചയ്ക്ക് കുറേ നേരം നടന്ന് തിരിഞ്ഞ് ഭയങ്കര ടയർഡായിരുന്നു. അങ്ങനെ നമ്മൾ ഷൊർണൂർ വന്നിറങ്ങി. ഷൊർണൂരിൽ നിന്ന് വേറെ ബസ് കയറിയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോയത്.